ഇത് തിരുവനന്തപുരം ശ്രീകാര്യത്തിനടുത്തുള്ള ചെറുവയ്ക്കലിലെ തേരുവിള വീട്. ഈ കൊച്ചു വീട്ടിലാണ് ബാഹുലേയൻ കൃഷ്ണമ്മ ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി സുരേഷിന്റെ ജനനം. കുട്ടിക്കാലം ഏറെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. പക്ഷേ 2 സഹോദരങ്ങൾക്കും ഒരു സഹോദരിക്കുമൊപ്പം കുസൃതികളും കളിച്ചിരികളുമായി ദാരിദ്ര്യത്തെ ആഘോഷമാക്കി മാറ്റിയ കൊച്ചു പയ്യൻ. ഭക്ഷണം പോലും കഴിക്കാത്ത ദിവസങ്ങൾ, അതിനെയെല്ലാം അതിജീവിച്ച് അവൻ വളർന്നു. കറുത്തു മെലിഞ്ഞ് 12 വയസ്സുകാരൻ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. വഴിയരികിൽ ഒരു പാമ്പ്. അനക്കം കണ്ട് ഒരു കമ്പെടുത്ത് തട്ടി. അപ്പോഴേക്കും പാമ്പ് പത്തി വിടർത്തി. പക്ഷേ ആ കൊച്ചു മിടുക്കന്റെ മുൻപിൽ മൂർഖൻ പാമ്പിന് പത്തി താഴ്ത്തേണ്ടി വന്നു. ഇന്ന് മലയാളികളുടെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം വാവാ സുരേഷ് ആയിരുന്നു ആ കൊച്ചു മിടുക്കൻ. പാമ്പിനെയും എടുത്ത് വീട്ടിലെത്തിയ പയ്യന് ശകാരം. എന്നിട്ടും അതിനോടുള്ള സ്നേഹം വിട്ടുമാറിയില്ല. അന്ന് തുടങ്ങിയതാണ് വാവാ സുരേഷിന്റെ ജീവിതം ഒരു പാമ്പ് പിടുത്തക്കാരന്റെ റോളിൽ. നല്ല ഒന്നാന്തരം വീട് പണിയുന്ന മേസ്തിരിയാണ് വാവ. പക്ഷേ ഇടയ്ക്ക് വെച്ച് മുഴുവൻ സമയ പാമ്പ് പിടുത്തക്കാരനായി മാറേണ്ടി വന്നു വാവയ്ക്ക്. ഇന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളവും ലോകത്തിന്റെ വിവിധ കോണുകളിലും ആരാധകരുള്ള വാവാ സുരേഷ് ഈ മേഖലയിലെത്തിയിട്ട് 30 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇതിനോടകം 50,000-ന് മുകളിൽ പാമ്പുകളെ വാവ പിടികൂടിക്കഴിഞ്ഞു. ഇതിലേറ്റവും കൂടുതൽ തവണ പിടികൂടിയത് മൂർഖനെയും അണലിയെയുമാണ്. ഉഗ്രവിഷസർപ്പമായ 185ഓളം രാജവെമ്പാലകളെ പിടികൂടിയെന്നതും വാവയുടെ പേരിലുള്ള റെക്കോർഡാണ്. കടിയേറ്റാൽ നിമിഷങ്ങൾക്കകം ജീവനെടുക്കുന്ന ഇനമാണ് രാജവെമ്പാലയുടേത്. കടിയേൽക്കുന്ന ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ആന്റിവെനം നൽകാനോ മെനക്കെടേണ്ടി വരാറില്ല. മാത്രമല്ല, രാജവെമ്പാല വെനത്തിന് ആന്റിവെനം ലഭ്യവുമല്ല. തായ്ലാന്റിൽ ആന്റിവെനം ഉണ്ടെങ്കിലും അത് പക്ഷേ അവിടത്തെ രാജവെമ്പാല വെനത്തിന് യോജിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ ഫലപ്രദമല്ലെന്ന് വാവ തന്നെ വ്യക്തമാക്കുന്നു. 185 രാജവെമ്പാലകളെ പിടികൂടുക നിസ്സാരമല്ല. ആർക്കും നേടാനാവാത്ത ലോക റെക്കോർഡ്. 45 രാജവെമ്പാലകളെ പിടിച്ച തായ്ലാന്റ് പാമ്പുപിടുത്തക്കാരന്റെ ലോക റെക്കോർഡാണ് വാവ തിരുത്തിക്കുറിച്ചത്. പക്ഷേ ആ തായ് പാമ്പുപിടുത്തക്കാരൻ രാജവെമ്പാലയുടെ കടിയേറ്റ് തന്നെ മരിച്ചു. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാറിൽ നിന്ന് ആദ്യ രാജവെമ്പാലയെ പിടികൂടിയാണ് വാവ രാജവെമ്പാല വേട്ടയ്ക്ക് തുടക്കമിട്ടത്. രാജവെമ്പാല പിടുത്തം റിസ്ക് കുറവുള്ളതാണെന്ന് വാവയുടെ അഭിപ്രായം. കടിയേറ്റാൽ പിന്നെ എല്ലാം പെട്ടെന്നായിരിക്കുമെന്ന് ചിരിച്ചുകൊണ്ട് സ്നേക് മാസ്റ്റർ പറയുന്നു. വനനശീകരണവും അതുമൂലമുള്ള തീറ്റ നഷ്ടപ്പെടുന്നതുമാണ് രാജവെമ്പാലകൾ കാടിറങ്ങാൻ കാരണമാകുന്നതെന്ന് വാവ കരുതുന്നു. 20,000-ഓളം പാമ്പിൻ മുട്ടകളെ വീട്ടിൽ വിരിയിച്ച് കാട്ടിൽ വിട്ടതിന്റെ റെക്കോർഡും വാവാ സുരേഷിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുപോലെ അപകടത്തിലായ പാമ്പുകളെ ചികിത്സ നൽകി രക്ഷപ്പെടുത്തി കാട്ടിൽ വിടുന്നു. പാമ്പുകൾ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളും അതുപോലെ തന്നെ വാവയ്ക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ്. വാവയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു അണലി പ്രസവിച്ച് വാവയ്ക്ക് സമ്മാനമായി നൽകിയത് 56 കുഞ്ഞുങ്ങളെയാണ്. ഏതാണ്ട് 19 വർഷത്തോളമായി വാവാ സുരേഷിനെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ വിളിച്ചു തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമാണ് പോയിരുന്നത്. ഇപ്പോൾ 24 മണിക്കൂറും ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ജനങ്ങൾ വിളിക്കുമ്പോൾ പാമ്പിനെ പിടികൂടാൻ എത്തുന്നത് പ്രതിഫലം മോഹിച്ചല്ല, ജനോപകാരപ്രദമായ സേവനമായാണ് ഇതിനെ കാണുന്നത്. പാമ്പ് സംരക്ഷണവും പരിസ്ഥിതി പ്രവർത്തനവും സേവനമാണ്. അടുക്കളയിലോ വീട്ടുമുറ്റത്തോ കയറി ഭീഷണിപ്പെടുത്തുന്ന പാമ്പിനെ പിടികൂടി സഹായിക്കണമെന്ന ഫോണിലൂടെ ആവശ്യപ്പെടുന്ന ആളിനോട് ആരെങ്കിലും പണം വാങ്ങുമോ? സഹായ അഭ്യർത്ഥന നടത്തുന്നതിലേറെയും സ്ത്രീകളാണ്. സ്കൂട്ടറിലോ ഓട്ടോയിലോ കാറിലോ പാഞ്ഞെത്തി പാമ്പിനെ പിടികൂടി ഭീഷണി ഒഴിവാക്കും. ആരെങ്കിലും എന്തെങ്കിലും സന്തോഷപൂർവ്വം കൊടുത്താൽ വാവ സ്വീകരിക്കും. എന്നാൽ 2000 മുതൽ 2500 രൂപ വരെ വാങ്ങുന്ന ചില പാമ്പ് പിടുത്തക്കാരുമുണ്ട്. ചിലപ്പോൾ കടം വാങ്ങിയാണ് പാമ്പ് പിടുത്തത്തിന് പോകാൻ പെട്രോൾ അടിക്കുന്നത്. ഇങ്ങനെ ചെല്ലുമ്പോഴും ചില പാമ്പ് പിടുത്തക്കാരുടെ ഒത്താശയോടെ ചിലർ വാവയ്ക്ക് നേരെ നുണപ്രചരണങ്ങൾ നടത്തുന്നത് വാവയ്ക്ക് ഏറെ ദുഃഖമുണ്ടാക്കുന്നുണ്ട്. അവരെ ഒന്നും വകവയ്ക്കാതെ
വാവ പാമ്പ് പിടുത്തം തുടരുകയാണ്. വാവയുടെ ഓലപ്പുര നിറയെ അവാർഡുകളും ഉപഹാരങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും സർക്കാരിന്റെയും തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ. കഴിഞ്ഞ വർഷം ലോകത്തെ 200 പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 20 പേരുടെ പട്ടികയിലെത്തിയത് ഒരു നേട്ടമാണ്. ഒരു വൈൽഡ് ലൈഫ് സംഘടനയാണ് സെലക്ഷൻ നടത്തിയത്. പാമ്പ് ഉൾപ്പെടെയുള്ള ജീവികളെ സംരക്ഷിക്കുന്നത് കണക്കിലെടുത്ത് ഇന്ത്യയിൽ നിന്ന് വാവയെയാണ് തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിലെ ഒരു യൂണിവേഴ്സിറ്റി വാവയ്ക്ക് ഡോക്ടറേറ്റ് പ്രഖ്യാപിച്ചിരുന്നു. ഡിസംബർ 30-നായിരുന്നു അത്. പക്ഷേ അതിന്റെ ഏറ്റുവാങ്ങൽ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി സ്കൂളുകളിൽ പാമ്പുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയതും വാവ സുരേഷാണ്. ഇന്ന് അത് നിരവധി സ്കൂളുകൾക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 10,000-ഓളം അവാർഡുകൾ വാവയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. കാശുള്ളതും അല്ലാത്തതുമായ അവാർഡുകൾ അതിലുണ്ട്. കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപ വരെ കിട്ടി. അവാർഡ് തുകയും TV പ്രോഗ്രാമിലൂടെ കിട്ടുന്നതും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുകയാണ് ഇദ്ദേഹം. ദാരിദ്ര്യത്തിൽ നിന്നും വളർന്നതുകൊണ്ടാകണം ഈ മേഖലയിൽ വന്നതിന് ശേഷം ഒട്ടനവധി നല്ല കാര്യങ്ങൾ സമൂഹത്തിനു വേണ്ടി ചെയ്യാൻ വാവ സുരേഷിന് സാധിക്കുന്നു. RCCയിൽ രോഗബാധിതനായി കിടക്കുന്ന പാവപ്പെട്ടവർക്ക് ഇതുവരെ 2 കോടിയിലേറെ രൂപ പിരിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. അന്നദാനത്തിനും മരുന്ന് വാങ്ങുന്നതിനുമായാണ് ഇത്. അവിടെയുള്ള കുരുന്നുകൾക്ക് പഠനോപകരണങ്ങളും നൽകി വരുന്നു. അതുപോലെ നിർധന കുടുംബത്തിൽപ്പെട്ട നിരവധി പേർക്ക് വിവാഹ ധനസഹായങ്ങളും, കാല് നഷ്ടപ്പെട്ടവർക്ക് കൃത്രിമ കാൽ നൽകിയും, ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തും, വീട് വയ്ക്കാനുള്ള സാമ്പത്തിക സഹായം നൽകിയും നിർധനരായ ഒരുപാട് പേർക്ക് പല വിധത്തിൽ സഹായം ചെയ്തു വരികയാണ് വാവ സുരേഷ്. അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട എയ്ഡ്സ് ബാധിതരായ 3 കുട്ടികൾക്കുള്ള പഠന സഹായം 2017 വരെ ചെയ്തു. വനവാസികൾക്ക് ഓണക്കിറ്റ് നൽകിയും പാത്രങ്ങൾ വാങ്ങി നൽകിയും അവരോടൊപ്പം എന്നും വാവയുണ്ട്. വട്ടപ്പാറ, കുര്യാത്തി എന്നിവിടങ്ങളിലെ അനാഥാലയങ്ങളെ സഹായിച്ചു വരുന്നു. എല്ലാ വർഷവും തിരുവോണത്തിന് കുര്യാത്തി ആനന്ദ നിലയത്തിലെ അന്തേവാസികൾക്കൊപ്പമാണ് വാവ ഓണം ആഘോഷിക്കുന്നത്. ചെറുവയ്ക്കൽ കരിപ്രത്തലയിൽ ആരോരുമില്ലാത്ത അമ്മയ്ക്ക് ചെറിയ വീട് വെച്ച് നൽകി. അതുപോലെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും സാമ്പത്തിക സഹായവും നൽകി വരുന്നു. ഇങ്ങനെ സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും വാവ സ്വന്തം കുടുംബത്തിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം വാവ താമസിക്കുന്ന ഈ കൊച്ചു ഓലപ്പുര തന്നെ. വിദേശ രാജ്യങ്ങളിലെ 1-2 മലയാളികൾ വാവയുടെ പേരിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പണം പിരിച്ച് നൽകാത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വാവ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ വാവ നേരിട്ട് മാത്രമാണ് നടത്തുന്നത്. വാവ സുരേഷ് അതിനാരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. സാഹസികതയ്ക്കും വിജ്ഞാനത്തിനും പ്രാധാന്യം നൽകി കൗമുദി TV ആരംഭിച്ച ജനപ്രിയ പരിപാടി സ്നേക് മാസ്റ്റർ 550 എപ്പിസോഡുകൾ പിന്നിട്ട് ചരിത്ര വിജയം നേടി മുന്നേറുന്നു. 2014 ഡിസംബറിൽ ആരംഭിച്ച് ഇപ്പോഴും വിജയകരമായി തുടരുന്ന സ്നേക് മാസ്റ്റർ എന്നും റിയൽ ടൈം സ്റ്റോറികളുമായാണ് എത്തിയിരുന്നത്. പാമ്പുകളുടെ ജീവിത രീതിയും മനുഷ്യർക്കുള്ള അപകട സാധ്യതകളും മുൻകരുതലുകളും മനസ്സിലാക്കി തരുന്ന ഈ പരിസ്ഥിതി സൗഹാർദ്ദ പരിപാടി കൗമുദി TVക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. വാവ സുരേഷ് എന്ന പാമ്പ് പിടുത്തക്കാരനെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് കേരള കൗമുദി പത്രവും ഫ്ലാഷുമാണെന്ന് വാവ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൗമുദി TVയിലൂടെ വാവ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത്. അത് വിജയകരമായി തുടരുന്നതിൽ വാവയ്ക്കും ഏറെ സന്തോഷമാണ്. ാം വയസ്സിനിടയിൽ രാജവെമ്പാലകൾ അടക്കം ആയിരക്കണക്കിന് പാമ്പുകളെ പിടികൂടി നാട്ടുകാരെയും പാമ്പിനെയും രക്ഷിച്ചിട്ടുള്ള വാവയ്ക്ക് ഫെബ്രുവരി മാസം കഷ്ടതകളുടേതാണ്. വാവയ്ക്ക് മാരകമായി പാമ്പുകടിയേറ്റതെല്ലാം ഫെബ്രുവരിയിലാണ്. ഇക്കുറിയും അതുതന്നെ സംഭവിച്ചു. വിഷമുള്ളതും ഇല്ലാത്തതുമായി 3700 പാമ്പുകളുടെ കടിയേറ്റിട്ടുണ്ട് വാവയ്ക്ക്. വിഷമുള്ള പാമ്പുകളിൽ നിന്ന് മാത്രം 396 തവണ സർപ്പദംശനം ഏറ്റിട്ടുണ്ട്. ഇതിൽ 11 തവണ അത്യാസന്ന നിലയിലായി.
2 പ്രാവശ്യം വെന്റിലേറ്ററിലും 4 തവണ ICUവിലും 5 പ്രാവശ്യം വാർഡിലും കിടക്കേണ്ടി വന്നു. ഇത്തവണ അണലി വിഷം മാരകമായിരുന്നു. ഫെബ്രുവരി 13 കലിഞ്ഞിയൂർ കല്ലറയിലാണ് കിണറ്റിൽ നിന്ന് അണലിയെ പിടിച്ചുകൊണ്ടു പോകുന്നതിനിടയിൽ നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും പുറത്തെടുത്തപ്പോഴാണ് വലത് കൈയിലെ നടുവിരലിൽ കടിയേറ്റത്. കുഞ്ഞൻ പാമ്പുകളാണ് തുടരെ കടിക്കുന്നത്. ഇങ്ങനെ കടിയേറ്റതിന്റെ പാടുകളാണ് വലത് കൈപ്പുറം നിറയെ. സ്വയം ചികിത്സയൊന്നുമില്ല. ഉണ്ടെന്ന് പറയുന്നത് ചിലരുടെ പ്രചാരണമാണ്. പലപ്പോഴായി കിട്ടിയ കടികളിലൂടെ ശരീരത്തിൽ വിഷാംശമുണ്ട്. അതുകൊണ്ട് ചെറിയ വിഷമൊന്നും ഏൽക്കില്ല. അതിനാൽ ചെറിയ പാമ്പുകൾ കടിച്ചാൽ ചികിത്സയുമില്ല. നേരത്തെ കിടക്കുന്ന വിഷം ആന്റിബോഡി ആകുന്നതിനാൽ ആന്റിവെനം കുത്തിവെച്ചാൽ ചിലപ്പോൾ ഏൽക്കുകയുമില്ല. ഇത്തവണ 40 ബോട്ടിൽ ആന്റിവെനം കുത്തിവെക്കേണ്ടി വന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇത്തവണ പാമ്പ് കടിയേറ്റ് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നപ്പോൾ വാവയ്ക്ക് വേണ്ടി നാഗപ്രീതിക്കായി മണ്ണാറശാല ക്ഷേത്രത്തിൽ 100 കണക്കിന് ഭക്തർ നടത്തിയ ആയില്യപൂജ, തിരുവനന്തപുരം പള്ളിപ്പുറം നാഗക്ഷേത്രത്തിൽ നോട്ടീസ് അച്ചടിച്ച് ആരാധകർ സംഘടിപ്പിച്ച മഞ്ഞൾ പറയും കൂട്ടപ്രാർത്ഥനയും, ഓൾ സെയിൻസിലും മറ്റ് മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളിലും മൗനപ്രാർത്ഥന, നാഗർകോവിൽ നാഗക്ഷേത്രത്തിൽ പൂജകളും വഴിപാടുകളും, സ്കൂളുകളിലും കോളേജുകളിലും മൗനപ്രാർത്ഥന. ഒരു പാമ്പ് പിടുത്തക്കാരന്റെ ജീവന് വേണ്ടി ഇത്രയേറെ പ്രാർത്ഥനകൾ ലോകത്ത് മറ്റെങ്ങും ഉണ്ടായിട്ടില്ല. ഉള്ളുരുകിയുള്ള പ്രാർത്ഥനകളും ചികിത്സയും ഒടുവിൽ ഫലിച്ചു. 9 ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ ഉഗ്രനൊരു മൂർഖനെ പിടിച്ചുകൊണ്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ബി സുരേഷ് എന്ന വാവാ സുരേഷ്. ഇനിയെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന ഉപദേശത്തോടെ വാവയ്ക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജുകൾക്ക് കണക്കില്ല. കടിയേൽക്കാൻ സാധ്യതയുള്ളതിനാൽ പിടിച്ച പാമ്പിനെ പുറത്തെടുത്ത് പ്രദർശിപ്പിക്കരുതെന്നാണ് സ്നേഹപൂർവ്വമുള്ള ഉപദേശം. നിരവധി തവണ കടിയേറ്റിട്ടും അതൊന്നും വകവയ്ക്കാതെ വാവാ സുരേഷ് നമുക്കൊപ്പമുണ്ട്. മനുഷ്യരുടെ രക്ഷകനായി, പാമ്പുകളുടെ തോഴനായി. ഹായ്, സന്തോഷം. കാരണം ഇപ്പോൾ എന്തായാലും എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാം, 2020 2-ാം മാസം 13-ാം തീയതി, ഫെബ്രുവരി 13-ാം തീയതി പത്തനംതിട്ട ജില്ലയിൽ കലഞ്ഞൂരിനടുത്ത് വെച്ച് ഒരു പാമ്പിൻ്റെ കടിയേൽക്കുകയും ഒരു അണലിയുടെ കടിയേൽക്കുകയും അത് കഴിഞ്ഞ് ഏകദേശം 10 ദിവസത്തോളം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരിക്കുകയും അപ്പോഴൊരുപാട് വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞൊക്കെ ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയതിൻ്റെ അടുത്ത ദിവസം 24 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഞാൻ ആര്യനാട് അടുത്ത് നിന്ന് കുളക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുളപ്പട എന്ന സ്ഥലത്ത് ഒരു മൂർഖൻ അതിഥിയെ പിടികൂടി യാത്ര തുടർന്നു. ആ യാത്ര ഇപ്പോൾ 5 കിങ്കോബ്ര അതിഥികളെ കോട്ടമൻപാറ ഉൾപ്പെടെ നമ്മുടെ കൊല്ലം ജില്ലയിൽ കോട്ടമൻപാറ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ കോട്ടമൻപാറയിൽ നിന്ന് 2 അതിഥികളെ പിടികൂടി ഉൾപ്പെടെ, 3ാമത് ആര്യങ്കാവിൽ നിന്ന് പിടികൂടി ഉൾപ്പെടെ, അത് കഴിഞ്ഞ് വീണ്ടും പത്തനംതിട്ടയിലേക്ക് മടങ്ങുകയും അങ്ങനെ 5 രാജവൻപാറ അതിഥികളെ പിടികൂടാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരുപാട് കോളുകൾ, ഒരുപാടെന്ന് വെച്ചാൽ വളരെ കുറച്ച്, ഒരു 10-15 കോളുകൾ എനിക്ക് വരികയും, ചേട്ടാ ഇനിയെങ്കിലും സൂക്ഷിക്കണം. എനിക്ക് കോടിക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിൽ വളരെ 1, 2, 3, 10 പേർക്ക് താഴെ ഉള്ളവർ മാത്രമാണ് പറയുന്നത് ഹൂക്ക് ഉപയോഗിച്ചും കമ്പി ഉപയോഗിച്ചൊക്കെ പിടി. എനിക്ക് തോന്നുന്നു 29-30 വർഷത്തേന് വളരെ കണക്കുകളില്ല, നമ്മൾ ഓർക്കാൻ വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയ യാത്ര. എന്തായാലും ഇപ്പോൾ ഒരുപാട് 29 വർഷത്തിന് മേളിലാവുന്നു. 20,000 മേളിൽ മുറക്കൻ മുട്ട വിരിയിച്ച ഉൾപ്പെടെ ഇപ്പോൾ അതികൾ പിടിക്കുന്ന കണക്കുകൾ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കണക്കെടുക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഈ 29-30 വർഷം കൊണ്ടുള്ള യാത്രയിൽ എനിക്ക് അന്ന് കൈകൊണ്ട് പിടിച്ച് തുടങ്ങിയ ഞാൻ ഇനി എനിക്ക് പെട്ടെന്നൊരു ഹൂക്കോ കമ്പിയോ ഒന്നും ഉപയോഗിച്ച് ഇവരെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മെത്തേഡിൽ മുന്നോട്ട് പോകുന്നു. ഇതേപോലെ വളരെ സൂക്ഷിച്ച് എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി ഞാൻ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകും. നിങ്ങളുടെ പ്രാർത്ഥന, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും വലിയ ശക്തി. ഇപ്പോൾ എൻ്റെ ഈ തിരിച്ചു വരവിനുള്ള ഒരു കഴിവ് തന്നെ എന്നെ ഒരുപാട് പേര്, ഒത്തിരി പേര്, ഒരു 1-2 പേരിൽ എല്ലാവരും ജാതി മത ഭേദങ്ങൾക്ക് അപ്പുറമായി അല്ലെങ്കിൽ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രാർത്ഥിച്ചു. വളരെ സന്തോഷം. ആ പ്രാർത്ഥനയാണ് എന്നെ വീണ്ടും ഉയർത്തി മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആ പ്രാർത്ഥന, എന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന എന്നോടൊപ്പം എന്നും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, 5-10 പേര് കമ്പിയോ പാരയോ ഒക്കെ ഉപയോഗിച്ച് പിടിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ വിമർശനങ്ങൾ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ചെവിക്കൊള്ളാതിരിക്കുക. ഒരു കാര്യമില്ല, ഒരർത്ഥമില്ല അതിൽ. കാരണം ഒരുപാട് പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് പിടിക്കുന്ന സ്റ്റീവ് ഇർവിൻ അദ്ദേഹം ഉൾപ്പെടെ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഇർവിൻ അദ്ദേഹം ഉൾപ്പെടെ തെരണ്ടിയുടെ കുത്തേറ്റ് മരണപ്പെട്ടു. അങ്ങനെ ഒരുപാട് പേര് പാമ്പിനെ പിടിക്കുമ്പോൾ
എനിക്ക് തോന്നുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കി കഴിഞ്ഞാൽ രാജവെമ്പലെ കൊണ്ട് ഇങ്ങനെ കളിച്ച് കടി വാങ്ങുന്ന വീഡിയോസ് ഫേസ്ബുക്കിലുണ്ട്. ഒരു കുഴപ്പമില്ല, ചുമ്മാ കടിപ്പിക്കുന്ന രാജവെമ്പല ഇങ്ങനെ ചുമ്മാ കടിക്കുന്ന, അതിന് അറിയില്ല പിടിച്ച് കടിക്കുന്ന, ഒരു കുഴപ്പമില്ല. രാജവെമ്പലയുടെ കടി വേറൊരു പാവനെ പിടിച്ച് കടിപ്പിച്ചിട്ട് അറിയാതെ പിടിച്ച് കടിച്ചിട്ട് അത് മരണത്തിലേക്ക് പോകുന്നു, കുഴപ്പമില്ല. എന്നെ വിമർശിക്കുന്നവരാണ് ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ. അവരോട് എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരൊന്നും ഒരു കാരണവശാലും ഈ 5-10 പേർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഞാൻ ഈ മെത്തേഡ് ഇത്രയും വർഷം കൊണ്ടുവന്നു, ഇനിയും അങ്ങോട്ട് ഇങ്ങനെ പോകാനേ കഴിയുള്ളൂ. ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേപടി മുന്നോട്ട് പോകണം. അവർക്ക് ക്ഷതമുണ്ടാവാതെ, കൈകൊണ്ട് പിടിക്കുന്നതുകൊണ്ട് പാമ്പുകൾക്ക് ക്ഷതം ഉണ്ടാകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന ഓഫീസർമാർക്ക് പറയും, കൈകൊണ്ട് പാമ്പിനെ പിടിക്കുന്നുണ്ട് പാമ്പുകൾക്ക് ഒരു അപകടം ഉണ്ടാകുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കാനിരിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. എന്തായാലും നമ്മൾ ഈ മെത്തേഡ് മുന്നോട്ട് പോകുന്നു. ഞാൻ സമയം കളയുന്നില്ല. എനിക്കിപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ എനിക്കൊരു കോളുണ്ട്. മാന്നാർ, ആലപ്പുഴ ജില്ലയിൽ മാന്നാറാണ്.